വെൽക്കം ടു ചോക്ക് ആൻഡ് പെൻസിൽ. നമ്മളിന്ന് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ബാക്കി ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സും അതിൻ്റെ കോൺജുഗേറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് ഒരു പ്രോപ്പർട്ടിയും കൂടിയുണ്ട്, ഇസെഡ് മൈനസ് ഇസെഡ് ബാർ ഇസ് ഈക്വൽ ടു എന്താണ് എന്നുള്ളത്. അത് എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസെഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി, ഇസെഡ് ബാർ ഇസ് ഈക്വൽ ടു എ മൈനസ് ഐ ബി. ഇപ്പോൾ ഇസെഡ് മൈനസ് ഇസെഡ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി, ഓക്കെ, ദെൻ മൈനസ് അല്ലേ, അപ്പോൾ മൈനസ് എ മൈനസ് ബി ഐ. അപ്പോൾ ഇതിനകത്ത് എ പ്ലസ് ഐ ബി മൈനസ് എ പ്ലസ് ബി ഐ. എ ഒരു പോസിറ്റീവും മൈനസ് എയുമാണ്, ക്യാൻസൽ ചെയ്ത് പോകും. ഇപ്പോൾ 2bi. അത് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഇസെഡ് ഈക്വൽ ടു 4 + 3i ഇസെഡ് ബാർ വരുന്നത് എന്തായിരിക്കും, 4 - 3i ആയിരിക്കും വരുന്നത്. അതിനകത്ത് ഇസെഡ് പ്ലസ് ഇസെഡ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 + 3i മൈനസ് ഓഫ് 4 - 3i. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 4 + 3i മൈനസ് 4 + 3i, 4ഉം 4ഉം കൂടി ക്യാൻസൽ ചെയ്തു. പ്ലസ് 3 + 3 6i എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഡയറക്റ്റ് ഇതിനകത്തേക്ക് നമുക്ക് ആൻസർ കിട്ടിയത് 6i എന്നാണ്. ഇനി അല്ല 6i എന്നല്ല, അതെ 6i എന്നാണ്. ഇനി ഇക്വേഷനിലേക്ക് ഇസെഡ് ഈക്വൽ ടു എന്താണ്, 4 + 3i ആയിരുന്നു അല്ലേ. ഇസെഡ് ബാർ എന്ന് പറയുമ്പോഴത്തേക്കും 4 - 3i ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇസെഡ് മൈനസ് ഇസെഡ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2bi ആണ്. 2 ഇൻറ്റു ഇതിനകത്ത് ബിയുടെ വാല്യൂ എന്താ, ബി എന്ന് പറഞ്ഞാൽ ബി ഈക്വൽ ടു 3 ആണ് അല്ലേ. അപ്പം 3 ഇൻറ്റു ഐ, 2 3s are 6, 6i. ഇതാണ് ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇസെഡ് ഈക്വൽ ടു എന്താണ്, എ പ്ലസ് ഐ ബി എന്നുള്ളതാണ് ഒരു കോംപ്ലക്സ് നമ്പർ. അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ് ഇസെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. ഇത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇത് ഒറിജിനാണ്. ഒറിജിനിൽ നിന്നും എക്സ് ആക്സിസിലേക്കുള്ള അകലത്തെയാണ് നമ്മൾ റിയൽ പാർട്ടായിട്ടുള്ള എയിന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനലിൽ നിന്നും എക്സ് ആക്സിസിലേക്കുള്ള അകലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത്. ഇനി ഒറിജിനിൽ നിന്നും വൈ ആക്സിസിലേക്കുള്ള അകലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബി ഇമാജിനറി നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനലിൽ നിന്നും വൈ ആക്സിസിലേക്കുള്ള അകലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർഡേഡ് പെയർ ആയിട്ട് നമുക്ക് റിയൽ നമ്പേഴ്സിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വൈയും ഇതും കൂടി വന്നു കഴിഞ്ഞാലുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ എ കോമ ബി ഓർഡേഡ് പെയർ ആയിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ജോയിന്റിന് ഇങ്ങനെ ഒന്ന് ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒറിജിനലിൽ നിന്നും ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കാണാൻ പറ്റും. ആ ട്രയാങ്കിളിൽ എ ബി സി എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഈ എ ബി എന്ന് പറയുന്നത് ഒറിജിനലിൽ നിന്നും ആ പോയിന്റിലേക്ക് നേരിട്ട് എത്താനുള്ള ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് എന്താണ്, ഒ സി പ്ലസ് ഒ ബി ആണ്. ഒ സി സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ ആണ്. ഇത് എങ്ങനെയാ വന്നേ, പൈതഗോറസ് ലോ അനുസരിച്ച് ഹൈപ്പോട്ടനോസിസ് ഈക്വൽ ടു ഹൈറ്റ് ആൻഡ് ബേസ് സ്ക്വയർ എന്നുള്ളതാണ് പൈതഗോറസിൻ്റെ
ഫോർമുല. ആ ഫോർമുല അനുസരിച്ച് എഴുതി കഴിഞ്ഞാൽ റൂട്ട് ഓഫ് OC സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A സ്ക്വയർ ആണ്. OB സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? B സ്ക്വയർ ആണ്. AB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഇത് നമുക്ക് മോഡ് Z ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ മോഡ് Z വരാനുള്ള റീസൺ ഒറിജിനലിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡയറക്റ്റ് ഡിസ്റ്റൻസ് കാണാനായിട്ട് നമ്മൾ പൈതഗോറസ് ലോസ് ഉപയോഗിച്ചു. ആ പൈതഗോറസ് ലോസിൽ എന്താണ്? AB സ്ക്വയർ എന്ന് പറയുന്നതാണ് നമുക്ക് വേണ്ട ലെങ്ത്. അങ്ങനെയാണ് റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ട് വന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, ഇതാണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മോഡുലസ് കാണാനുള്ള ഇത്. അതിനകത്ത് ഒന്നാമത്തത് Z ഈക്വൽ ടു 2 + 3i എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോഡ് Z കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് എന്തെന്നാ പറഞ്ഞത്? A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്നാണ്. ഇവിടെ A എന്തെന്നാ? 2, ദെൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. അപ്പോൾ മോഡ് Z ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്നുള്ളിൽ നമുക്ക് എന്ത് കൊടുക്കാം? Aക്ക് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ റൂട്ട് ഓഫ് 4 + 9 ആണ് വരിക. ദെൻ റൂട്ട് 13 ആണ് എന്ത്? മോഡ് Z എന്ന് പറയുന്നത്. മോഡ് Z എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു ഇക്വേഷനും വേറൊരു എക്സാമ്പിളും കൂടി ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ എക്സാമ്പിൾ എന്താണ്? Z ഈക്വൽ ടു 3 + 4i എന്നുള്ള ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മോഡ് Z കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്നാണ്. അപ്പോൾ അതിനകത്ത് A വാല്യൂ എന്താ? A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. അപ്പോൾ A ഈക്വൽ ടു 3ഉം B ഈക്വൽ ടു 4ഉമാണ്. അപ്പോൾ മോഡ് Z ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്നുള്ളത് റൂട്ട് ഓഫ് 9 + 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 25 വരും. ദെൻ 5 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? മോഡ് Z എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ നമ്മൾ പറയുന്ന Z ഈക്വൽ ടു A + IB റിയൽ ആക്സിസുമായിട്ട് എത്ര ആംഗിൾ ക്രിയേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു Z ഈക്വൽ ടു A + IB ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ഇത് X ആക്സിസ് ആണ്, കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ഇത് Y ആക്സിസ് ആണ്, ഇത് ഒറിജിൻ ആണ്. ഒറിജിനിൽ നിന്നും Xയിലേക്കുള്ള അകലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? A, അതായത് റിയൽ പാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഒറിജിനലിൽ നിന്നും Bയിലേക്കുള്ള അകലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് എന്ത് കിട്ടും? ഈ കോംപ്ലക്സ് നമ്പേഴ്സ് ഒരു കോർഡിനേറ്റിൽ എവിടെയാണ് ഇരിക്കണേന്നുള്ളൊരു പൊസിഷൻ നമുക്ക് കിട്ടും. അതിനെ ആ ഒരു ആംഗിളിനെ നമ്മൾ മോഡുലസ് കാണാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെച്ചു. ഇതിൻ്റെ ലെങ്ത്താണ് കണ്ടുപിടിച്ചത്. അപ്പോൾ എത്ര ആംഗിൾ ക്രിയേഷൻ X ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പേഴ്സ്. അതായത് OB ആ കോംപ്ലക്സ് നമ്പേഴ്സ് റിയൽ ആക്സിസുമായിട്ട് എത്ര ആംഗിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് OA നേരത്തെ പറഞ്ഞതുപോലെ OA എന്ന് പറയുന്ന ലൈൻ എത്ര ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് എടുക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ തീറ്റയല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ ട്രയാങ്കിൾ OAB കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ആംഗിൾ ഇതല്ലേ, നമ്മൾ എന്ത് ചെയ്യുക? എത്ര ആംഗിളാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് എടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണ്? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു, ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസിനെയാണ് നമ്മൾ എന്തെന്നാണ്? ടാൻ തീറ്റ എന്ന് പറയാം. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് തീറ്റ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB ആണ്. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? OA ആണ്. അപ്പോൾ നമുക്ക് തീറ്റ കണ്ടുപിടിക്കാനായിട്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് എന്താണ്? AB ഡിവൈഡഡ് ബൈ OA എന്നാണ് വരിക.
എന്താണ്, അതായത് ടാൻ ഇൻവേഴ്സ് ഓഫ് എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ബി ആണ്. ബി ബൈ എ ആണ് ആർഗ്യുമെന്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ആർഗ്യുമെന്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എന്താണ്, ബി ബൈ എ ആണ് ആർഗ്യുമെന്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ.